ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു മാക്രമേ കലണ്ടറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഒരു ഡബൽ ബാറാണ്. ഈ ഡബൽ ബാറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. അതുകൂടാതെ 4 mm ട്വിസ്റ്റഡ് ആയിട്ടുള്ള മാക്രമേ കോഡ്സും കൂടെ ഇതിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ ഡബൽ ബാറിനെ ഒരു സർഫസിൽ പ്ലേസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു 2 മീറ്റർ 4 mm കോട്ടൺ മാക്രമേ ത്രെഡിനെ ലാർക്സ് ഹെഡ് നോട്ട് വെച്ചിട്ട് ഈ ഡബൽ ബാറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു 16 കോട്ടൺ ത്രെഡുകൾ നമ്മൾ ഈ ഡബൽ ബാറിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇനി ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ റൈറ്റിംഗ് പാഡൊക്കെ ഉണ്ടല്ലോ, അതിലിതിനെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും വർക്ക് ചെയ്യാനായിട്ട്. സോ അതെല്ലാം ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റത്തെ 4 ത്രെഡുകൾ എടുക്കുക. അത് വെച്ചിട്ട് നമ്മുടെ ബേസിക് നോട്ടായ സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. ഈ ബേസിക് നോട്ട്സിൻ്റെയൊക്കെ വീഡിയോ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൽ പോയി നോക്കിയാൽ മതി. ഇതുപോലെ ഫസ്റ്റ് റോ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് നമ്മുടെ ആദ്യത്തെ 2 ത്രെഡുകളും മാറ്റി വയ്ക്കുക. അതുപോലെ അവസാനത്തെ 2 ത്രെഡുകളും മാറ്റി വയ്ക്കുക. അതിനുശേഷം ഉള്ള 4 ത്രെഡുകൾ എടുത്തിട്ട് വീണ്ടും ഒരു സ്ക്വയർ നോട്ട് ഉണ്ടാക്കുക. പിന്നെ മേലെ ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് അടുത്ത റോയും കൂടെ കിട്ടും. സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയതിനു ശേഷം വീണ്ടും നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ ആദ്യത്തെ 4 ത്രെഡുകൾ എടുക്കുക, സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. അങ്ങനെ നമ്മളൊരു 6 റോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 7ാമത്തെ റോയിൽ ആദ്യത്തെ ഒരു സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ താഴെയായിട്ട് ഒരു 2 സ്ക്വയർ നോട്ട് കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ 3 സ്ക്വയർ നോട്ട്സ് വരും. ഇത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നോട്ടിൻ്റെ പേരാണ് ബെറി നോട്ട്. സോ ഇതുപോലെ 3 സ്ക്വയർ നോട്ടുകൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു നീഡിലിൽ ഈ ഉണ്ടാക്കിയ ത്രെഡിൻ്റെ 2 മിഡിലുള്ള 2 ത്രെഡുകളുണ്ടല്ലോ, അതിന് ഒരു നീഡിലിൽ അറ്റാച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ മേലെ കൂടെ താഴോട്ടേക്ക് വലിച്ചെടുക്കുക. അത് നന്നായി വലിച്ച് ടൈറ്റ് ചെയ്യുമ്പം ഇതുപോലെ ഒരു ഷേപ്പിൽ വരും. അതിനുശേഷം നമ്മൾ ആദ്യത്തെയും അവസാനത്തെയും ത്രെഡുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ സാധാ നോർമലായിട്ടുള്ള സ്ക്വയർ നോട്ടാണ് ചെയ്യേണ്ടത്. അപ്പം ഇതിന് ഒരു ഹോൾ ഉണ്ടാവണം. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഇതിനനുസരിച്ച് ഇതിൻ്റെ സ്ക്വയർ നോട്ടിൻ്റെ എണ്ണം കൂട്ടുകയാണ് ചെയ്യാറ്. ഇതുപോലെ ആദ്യത്തെയും അവസാനത്തെയും ത്രെഡുകൾ വെച്ചിട്ട് നമ്മൾ സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. സോ ഇതിനെ പറയുന്ന പേരാണ് ബെറി നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹോളിൽ ഈ ഒരു ബാംബൂ സ്റ്റിക്ക് അറ്റാച്ച് ചെയ്യുക. ഇതുപോലെ റൈറ്റ് സൈഡിലും ചെയ്യുക. പിന്നെ അതിനുശേഷം നമ്മൾ നോർമലായിട്ടുള്ള സ്ക്വയർ നോട്ട്സ് ബാക്കിയുള്ളത് കൂടെ കംപ്ലീറ്റ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോജക്റ്റ്. അപ്പോൾ ഇതിപ്പോൾ ഇത്രത്തോളം വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലെങ്ത്ത് കൂട്ടണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ 2 മീറ്റർ എടുത്തത് കൊണ്ട് ഇത്ര വരുന്നത്. അതുപോലെ ഫ്രിഞ്ചസിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് കൂട്ടണേ കൂട്ടാം. അപ്പോൾ ഇതിലിപ്പം 2 മീറ്ററിന് കണക്കാക്കിയിട്ടുള്ളതായതുകൊണ്ട് ഇത്രേ കട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗം വല്ല വി ഷേപ്പിലാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. സോ ഇങ്ങനെ ആ ഒരു മോഡലാണ് ഞാനിതിൽ ചൂസ് ചെയ്തിരിക്കുന്നത്.
ഇതിൽ നമുക്ക് കലണ്ടറിനെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഈ ഒരു ബാംബു സ്റ്റിക്കിലാണ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ കലണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ റീസൈക്കിൾഡ് ആയിട്ട് പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിനെ ജസ്റ്റ് ഈ സ്റ്റിക്കിലോട്ടേക്ക് കയറ്റി കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ജസ്റ്റ് ഇതിലിപ്പോൾ ഞാൻ ആദ്യത്തെ 2 മാസങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രൊജക്റ്റ് ആയിരിക്കും ഇത്. സോ ഇത് നമുക്ക് ഇതുപോലെ തന്നെ പ്ലാനറുകളൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിനെ നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു നോട്ട് കൂടെ ഇട്ട് കൊടുത്ത് അതിനെ ഹാങ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.